Good morning students, how are you? Are you fine? Hope everyone is doing well. എല്ലാവർക്കും സുഖമല്ലേ? I hope all are happy. Welcome back to our next English class. Do you remember the previous class? Did you do the activity I had given in the previous class? Did anyone have any difficulty? Tell me. Say loudly. No. എല്ലാം സിമ്പിൾ ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ? ആക്ടിവിറ്റി നമ്പർ 1. Fill in the blanks with the missing letters. നമ്മൾ മിസ്സിംഗ് ലെറ്റേഴ്സ് ചേർത്ത് ഒരു വേർഡ് ആക്കാനാണ് പറഞ്ഞത് അല്ലേ? ആദ്യത്തെ എ എന്താണ്? തണ്ട്. ബിയോ കോബ്ലർ. സിയോ ചിൽഡ്. ഡിയോ ബീസ് അല്ലേ? ഇനി ആക്ടിവിറ്റി നമ്പർ 2. Find the meaning of the word from the brackets. റംബ്ലിംഗ്. റംബ്ലിംഗിന്റെ മീനിങ് എന്താണ്? മുഴങ്ങുക അല്ലേ? അടുത്തത് സ്വാം, കൂട്ടം. ഇനി നെക്സ്റ്റ് സി എ ഫ്രാഗ്രന്റ്. എന്താണ് ഫ്രാഗ്രന്റ്? എന്താണ്? മണം അല്ലേ? ആക്ടിവിറ്റി നമ്പർ 3. ഫൈൻഡ് ഔട്ട് ദി സ്പീക്കർ ഓഫ് ദി ഡയലോഗ്. എ വാട്ട് മേക്സ് ഇറ്റ് തണ്ടർ ടെറന്റി. ഇത് ആര് ചോദിച്ചതാണ്? ധനിൽക്ക. നെക്സ്റ്റ് ദി നൈറ്റിംഗേൽ ഈസ് എ സിംഗിങ് ബേർഡ്. ഇത് ആര് പറഞ്ഞതാണ്? ടെറന്റി ഇല്ലേ? That herb is given when your nose bleeds. ഇതാര് പറഞ്ഞതാണ്? ടെറന്റി. Hope you have done the activity correctly. എല്ലാവരും പ്രവർത്തനം ശരിയായിട്ടാണോ ചെയ്തത്? Yes. Do you remember what we had discussed in the previous class? Let's have a quick recap. Do you remember the name of the lesson we are going to study? Yes. എന്താണ്? A day in the country. A day in the country എന്ന ഈ കഥ വളരെ മനോഹരമായ ഒരു കഥയാണ് അല്ലേ? A day in the country is a very beautiful story by the famous Russian writer Anton Chekhov. It is a story of the loving bond between two young children, Fyokla and Danilka, and of Mr. Terendy, a cobbler. ഇത് ഫ്യോക്ല, ധനിൽക്ക എന്ന രണ്ട് കൊച്ചുകുട്ടികളുടെയും ടെറന്റി എന്ന് പറയുന്ന ചെരുപ്പുകുത്തിയായ അവരുടെ അമ്മാവിന്റെയും കഥയാണ്. കൂടാതെ മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഈ കഥയിൽ പറയുന്നുണ്ട് അല്ലേ? ഇറ്റ് വാസ് എ ക്ലൗഡി മോർണിംഗ്. ദി സ്കൈ വാസ് ഡാർക്ക് ആൻഡ് വാസ് അബൌട്ട് ടു റെയിൻ. അന്നത്തെ ദിവസം മേഘങ്ങൾ കൊണ്ട് ഇരുണ്ടുമൂടിയ ദിവസമായിരുന്നു അല്ലേ? സൂര്യപ്രകാശം തെല്ലുമില്ലായിരുന്നു. മഴ ഇപ്പോൾ തുടങ്ങും എന്ന രീതിയിലായിരുന്നു അന്തരീക്ഷം. Fyokla, a 6-year-old girl, she came running through a village, searching for Terendy, a cobbler. 6 വയസ്സുള്ള ഫ്യോക്ല ഗ്രാമത്തിലൂടെ ടെറന്റി എന്ന് പേരുള്ള ചെരുപ്പുകുത്തിയെ അന്വേഷിച്ച് ഓടുകയാണ്. ആ പിക്ചർ നോക്കിക്കേ. At last, she found him at his kitchen garden. അവസാനം ഫ്യോക്ല ടെറന്റിയെ കണ്ടുപിടിച്ചോ? പിടിച്ചു അല്ലെ? എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്? പിക്ചർ ശ്രദ്ധിച്ച്, എവിടെ നിന്നാണ്? കിച്ചൺ ഗാർഡനിൽ അല്ലേ? നമ്മുടെ ഫ്യോക്ല എന്തിനാണ് ടെറന്റിയെ അന്വേഷിച്ചു പോയത്? She wanted him to save her brother Dhanilka, whose hand was stuck in the hole of a tree. ഫ്യോക്ലയുടെ സഹോദരൻ ധനിൽക്കയുടെ കൈ മരത്തിന്റെ പൊത്തിൽ കുടുങ്ങി. ധനിൽക്കയെ അവിടെ നിന്നും രക്ഷപ്പെടുത്താനാണ് ഫ്യോക്ല ടെറന്റിയെ അന്വേഷിച്ച് ഓടിയത് അല്ലേ? എന്നിട്ട് ധനിൽക്കയെ രക്ഷപ്പെടുത്തിയോ? They both rushed to the spot and saved Dhanilka. അവർ അവിടെ പാഞ്ഞു ചെന്ന് ധനിൽക്കയെ രക്ഷിച്ചു. Then the three, Terendy, Fyokla and Dhanilka, engaged in a lovely talk. പിക്ചർ ശ്രദ്ധിച്ചേ. അതിനുശേഷം ടെറന്റിയും ഫ്യോക്ലയും ധനിൽക്കയും കൂടി സ്നേഹം നിറഞ്ഞ സംസാരത്തിൽ ഏർപ്പെട്ടു അല്ലേ? The children asked a lot of questions to him and he listened them
patiently. കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാം അദ്ദേഹം എല്ലാ ചോദ്യങ്ങളും ക്ഷമയോട് ശ്രദ്ധിച്ചു കേട്ടു അല്ലേ? He unfolded all the secret of nature to them. Fold എന്താണ്? Unfold എന്താണ്? ഈ പേപ്പർ കണ്ടോ? ഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിങ്ങനെ ചുരുട്ടുക അല്ലേ? അൺഫോൾഡ് എന്ന് പറഞ്ഞാലോ ഇത് ഫോൾഡ് അല്ലേ? ഇത് ഫോൾഡ്. അൺഫോൾഡ് എന്ന് പറഞ്ഞാലോ ഇത് അഴിക്കുക. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? പ്രകൃതിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും കുട്ടികളുടെ മുമ്പിൽ ചുരുളഴിച്ച് കാണിച്ചു, തുറന്നു കാണിച്ചു. ഇവിടെ വിസ്തരിച്ചു വിവരിച്ചു പറഞ്ഞു എന്നും പറയാം കേട്ടോ. He told everything about birds, പക്ഷികളെ കുറിച്ച്. ചിത്രം ശ്രദ്ധിച്ചേ. Flowers and plants around them. They went on talking happily. ടെറന്റി എന്തൊക്കെയാണ് കുട്ടികളോട് പറഞ്ഞത്? പക്ഷികളെ കുറിച്ച്, പൂവുകളെ കുറിച്ച്, ചെടികളെ കുറിച്ച് എന്ന് വേണ്ട ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളെ കുറിച്ചും ടെറന്റി കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നു ഇല്ലേ? ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. Now let's read and I will explain the next paragraph we are going to learn today. ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം ടീച്ചർ വായിച്ച് മനസ്സിലാക്കി തരാം. This is the last part of the lesson. They cross the railway line and going down from the embankment walk towards the river. They walk not with any object but just at random and talk all the way. Danilka asks questions. Terenty answers them. Terenty answers all his questions, and there is no secret in nature which baffles him. He knows everything. Thus, for example, he knows the names of all the wild flowers, animals, and stones. He knows what herbs cure diseases. He has no difficulty in telling the age of a horse or a cow. Looking at the sunset, at the moon, or the birds, he can tell what sort of weather it will be next day. And indeed, it is not only Terenty who is so wise. Silanti, Silich, the innkeeper, the market gardener, the shepherd, and all villagers, generally speaking, know as much as he does. These people have learned not from books, but in the fields, in the wood, on the river bank. Their teachers have been the birds themselves when they sang to them. The sun, when it left a glow of crimson behind it at setting, the very trees and wild herbs. The two of them, the cobbler and the boy, walk about the fields, talk unceasingly, and are not weary. They could wander about the world endlessly. They walk, and in the talk of the beauty of the earth, do not notice the frail little girl tripping after them. Towards midday, all three sit down on the river bank. Danilka takes out of his bag a piece of bread, soaked and reduced to a mash, and they begin to eat. Terenty says a prayer when he has eaten the bread and stretches himself on the sandy bank and falls asleep. When he is asleep, the boy gazes at the water pondering. He has many different things to think of. He has just seen the storm, the bees, the ants. Only towards the evening, our wanderers return to the village. The children go for the night to a deserted barn. The boy does not sleep. He gazes into the darkness, and it seems to him that he is seeing all that he has seen in the day. The storm clouds, the bright sunshine, the birds, the fish, lanky Terenty. He longs to tell someone all that is haunting him now, but there is no one to tell. Fiokla is too little and could not understand. I will tell Terenty tomorrow, thinks the boy. The children fall asleep thinking of the homeless cobbler, and in the night Terenty comes to them and puts bread
under the heads, and no one sees his love. It is seen only by the moon, which floats in the sky and peeps caressingly through the holes in the wall of the deserted barn. Did you understand? I will make it clear. They cross the railway line and going down from the embankment walk towards the river. They cross the railway line. പിക്ചർ ശ്രദ്ധിച്ചേ, അവര് തീവണ്ടിപ്പാത മുറിച്ചു കടന്ന് ആൻഡ് ഗോയിങ് ഡൗൺ ഫ്രം ദി എംബാങ്ക്മെന്റ് വോക്ക് ടുവേഴ്സ് ദി റിവർ. എംബാങ്ക്മെന്റ് എന്താണ് വരമ്പ്. അവർ തീവണ്ടിപ്പാത മുറിച്ചു കടന്ന് വരമ്പിൽ നിന്നും താഴെ ഇറങ്ങി നദിയെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. പിക്ചർ ശ്രദ്ധിച്ചേ. They walk not with any object but just at a random and talk all the way. Dhanilka asks questions, Terandi answers them. Object means vastu, random means kramarahidamaya. They walk not with any object. ഏതെങ്കിലും വസ്തുവിനെ ലക്ഷ്യമാക്കിയാണോ എന്തെങ്കിലും കാര്യം ലക്ഷ്യം വെച്ചാണോ അവർ നടക്കുന്നത്? അല്ല. But just at random and talk all the way. പിന്നെയോ വെറുതെ തോന്നിയതുപോലെ ക്രമമില്ലാതെ ക്രമം തെറ്റിച്ച് അങ്ങ് നടക്കുകയാണ് അല്ലെ, ക്രമരഹിതമായി അങ്ങ് നടക്കുകയാണ്. And talk all the way. Dhanilka asks questions. Terandi answers them. വഴിനീളെ സംസാരിച്ചുകൊണ്ട് ധനിൽക്ക ചോദ്യങ്ങൾ ചോദിക്കുന്നു. ടെറന്റി അവയ്ക്ക് മറുപടി നൽകുന്നു. Terandi answers all his questions and there is no secret in nature which baffles him. Secret means രഹസ്യം. baffles means തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ കുഴയ്ക്കുന്ന എന്നാണ് ഇവിടുത്തെ അർത്ഥം. കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാലും നമ്മുടെ ടെറന്റി അതിന് നിസാരമായി മറുപടി പറയുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നുണ്ട്. അയാളെ കുഴയ്ക്കുന്ന പ്രകൃതി രഹസ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. He knows everything. Thus, for example, he knows the names of all wild animals, flowers and stones. Picture ശ്രദ്ധിച്ചേ. അയാൾക്ക് എല്ലാം അറിയാം. ഉദാഹരണത്തിന് കാട്ടിലുള്ള എല്ലാത്തരം പൂക്കളുടെയും മൃഗങ്ങളുടെയും കല്ലുകളുടെയും എല്ലാ പേരുകളും നമ്മുടെ ടെറന്റിക്ക് അറിയാം. He knows what herbs cure diseases. He has no difficulty in telling the age of a horse or a cow. Cure means എന്താണ്? ഭേദമാവും. ഡിസീസോ രോഗം. ഹോഴ്സ് ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചേ. ഹോഴ്സ് എന്താണ്? കുതിര. കൗവോ പശു. രോഗം ഭേദമാക്കുന്ന ഔഷധ ചെടികൾ ഏതൊക്കെയാണെന്ന് അയാൾക്കറിയാം ഇല്ലേ? ഒരു കുതിരയുടെയോ പശുവിന്റെയോ പ്രായം പറയാൻ അയാൾക്ക് ഒരു പ്രയാസവുമില്ല. Looking at the sunset, at the moon, on the birds, he can tell what sort of weather it will be next day. പിക്ചർ ശ്രദ്ധിച്ചേ. സൺസെറ്റ് എന്താണ്? സൂര്യാസ്തമയം. മൂൺ എന്താണ്? ചന്ദ്രൻ. ബേർഡ്സ് എന്താണ്? പക്ഷികൾ. വെദർ എന്താണ്? വെദർ നമ്മുടെ കാലാവസ്ഥ അല്ലേ? തണുപ്പ്, ചൂട്, മഴ. എന്താണ് ഇവിടെ പറയുന്നത്? സൂര്യാസ്തമയം, ചന്ദ്രൻ, പക്ഷികൾ എന്നിവയെ നിരീക്ഷിച്ച് അടുത്ത ദിവസത്തെ കാലാവസ്ഥ ഏത് തരത്തിൽപ്പെട്ടതായിരിക്കും എന്ന് അയാൾക്ക് പറയാൻ കഴിയും ഇല്ലേ? And indeed, it is not only Terandi who is so wise. Wise means എന്താണ്? ബുദ്ധിമാൻ. ശരിക്കും പറഞ്ഞാൽ ടെറന്റി മാത്രമല്ല ഇത്രയ്ക്ക് ബുദ്ധിമാൻ. പിന്നെ ആരൊക്കെയാണ്? നമുക്ക് നോക്കാം. Silandi Silich, the innkeeper, the market gardener, the shepherd, and all the villagers, generally speaking, know as much as he does. ഇൻകീപ്പർ എന്താണ്? പിക്ചർ നോക്കിക്കേ. സത്രം സൂക്ഷിപ്പുകാരൻ. മാർക്കറ്റോ ചന്ത. ഗാർഡനർ എന്താണ്? പിക്ചർ നോക്കിക്കേ. പൂന്തോട്ടക്കാരൻ അല്ലേ? ഷെപ്പേഡോ ആട്ടിടയൻ. വില്ലേജേഴ്സോ ഗ്രാമീണർ. ആരൊക്കെയാണ് ബുദ്ധിമാന്മാർ? സിലാൻഡി സിലിച്ച് സത്ര സൂക്ഷിപ്പുകാരൻ, ചന്തയിലെ പൂന്തോട്ടക്കാരൻ, ആട്ടിടയൻ തുടങ്ങിയ പൊതുവെ പറഞ്ഞാൽ ഗ്രാമീണരെല്ലാം, മൊത്തം ഗ്രാമത്തിലുള്ളവരെല്ലാം അയാളോളം അറിവുള്ളവരാണ്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയത്? These people have learned not from books but in the fields.
in the wood on the river bank. Land എന്താണ്? Land means പഠിക്കുക. ഫീൽഡോ വയലുകൾ ഇല്ലേ, വുഡോ കാടുകൾ ഇല്ലേ, വുഡ്സ്. പിന്നെ റിവർ ബാങ്ക് എന്താണ്? നദീതീരം. പിക്ചേഴ്സ് നോക്കിക്കേ. പുസ്തകത്തിൽ നിന്നാണോ ഇവർ ഇതൊക്കെ പഠിച്ചത്? ആണോ? അല്ല. പിന്നെ എവിടെ നിന്നാണ്? വയലുകള്, കാട്, നദീതീരം എന്നിവിടങ്ങളിൽ നിന്നെല്ലാമാണ് അല്ലേ. അവരുടെ ഗുരുക്കന്മാരാരായിരുന്നു? Their teachers have been the birds themselves when they sang to them the sun when it left a glow of crimson behind it at setting, the very trees and wild herbs. സാങ് എന്താണ്? പാടുക. സാങ് ബേർഡ്സ് എന്താണ്? പക്ഷികളുടെ പാട്ട്. ക്രിംസണോ? ചുവപ്പ് നിറം. പിക്ചർ ശ്രദ്ധിച്ചേ. ക്രിംസൺ നിറം ഏതാണ്? ചുവപ്പ് നിറം ഇല്ലേ. വൈൽഡ് ഹെർബ്സ് എന്താണ്? കാട്ടിലെ ഔഷധ ചെടികൾ ഇല്ലേ. ആരൊക്കെയായിരുന്നു അവരുടെ ഗുരുക്കന്മാർ? അവർക്കായി പാടുന്ന പക്ഷികളും കടും ചുവപ്പിന്റെ തിളക്കം അവശേഷിച്ചു മറയുന്ന അസ്തമയ സൂര്യൻ. ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചേ. സൂര്യൻ അസ്തമിക്കുന്ന സമയം ഏത് നിറമാണ്? ടെൽമി, ഏത് നിറമാണ്? ചുവപ്പ് നിറം. മരങ്ങളും കാട്ടിലെ ഔഷധ ചെടികളും ഒക്കെയായിരുന്നു അവരുടെ ഗുരുക്കന്മാർ. The two of them, the cobbler and the boy, walk about the fields, talk unceasingly and are not weary. അൺസീസിംഗ്ലി എന്താണ്? നിർത്താതെ, മടുപ്പില്ലാതെ. വിയറിയോ? ക്ഷീണിച്ച്. എന്താണ് ഇവിടെ പറയുന്നത്? ചെരുപ്പ് കുത്തി ബാലൻ എന്നിവർ രണ്ടുപേരും യാതൊരു മടുപ്പുമില്ലാതെ നിർത്താതെ സംസാരിച്ചുകൊണ്ട് വയലിലൂടെ നടക്കുകയാണ്. They could wander about the world endlessly. Wander means അലയുക, ചുറ്റിക്കറങ്ങുക അല്ലേ. endlessly എന്താ? അവസാനമില്ലാതെ. അവർക്ക് ഈ ലോകത്തിലൂടെ അവസാനമില്ലാതെ ചുറ്റിക്കറങ്ങാൻ കഴിയുമായിരുന്നു. They walk and in their talk of the beauty of the earth do not notice the frail little girl tripping after them. Tripping means ഇടറുന്ന. ഫ്രെയിലോ? ദുർബലയായ. ഫ്രെയിൽ ലിറ്റിൽ ഗേൾ എന്താണ്? പിക്ചർ നോക്കിക്കേ. ക്ഷീണിതയായ പെൺകുട്ടി. ആരാണ് ക്ഷീണിതയായ പെൺകുട്ടി? ഫിയോക്ല അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്? അവർ നടക്കുകയാണ്. ഭൂമിയുടെ മനോഹാരിതയെ പറ്റിയുള്ള അവരുടെ സംസാരത്തിനിടയിൽ ടെറന്റിയും ധനിൽക്കയും അവരുടെ പിന്നാലെ ആ ക്ഷീണിതയായ പെൺകുട്ടി തട്ടിത്തടഞ്ഞ് നടക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നേയില്ല. Towards midday, all three sit down on the river bank. Dhanilka takes out of his bag a piece of bread, soaked and reduced to mash, and they begin to eat. Midday എന്താണ്? മധ്യാഹ്നം ഇല്ലേ, ഉച്ചയ്ക്ക് ശേഷം. സോക്ടോ? കുതിർക്കുക. റെഡ്യൂസ്ഡോ? കുറച്ച് ഇല്ലേ, കുറച്ച്. മധ്യാഹ്നമായപ്പോൾ മൂന്നുപേരും നദിക്കരയിലെത്തി അവിടെ ഇരുന്നു ഇല്ലേ. ആ പിക്ചർ ഒന്ന് നോക്കിക്കേ. ധനിൽക്ക അവന്റെ സഞ്ചിയിൽ നിന്ന് ഒരു കഷ്ണം റൊട്ടി എടുത്ത് കുതിർത്ത് അവർ ഭക്ഷിക്കുന്നു. Terendi says a prayer when he has eaten the bread, then stretches himself on the sandy bank and falls asleep. എന്താണ് സ്ട്രെച്ചസ്? എന്താണ്? നീണ്ടു നിവർന്ന് കിടക്കുക. സാൻഡി ബാങ്കോ? മണൽ തീരം. സ്ലീപ്പോ? ഉറക്കത്തിലാവുക ഇല്ലേ. പിക്ചർ ശ്രദ്ധിച്ചേ. സ്ട്രെച്ചസ്, സാൻഡി ബാങ്ക്. കണ്ടോ? റൊട്ടി കഴിച്ചു കഴിഞ്ഞ് ടെറന്റി ഒരു പ്രാർത്ഥന ചൊല്ലുകയും മണൽ നിറഞ്ഞ തീരത്ത് നീണ്ടു നിവർന്ന് കിടന്ന് ഉറക്കത്തിലാവുകയും ചെയ്യുന്നു. While he is asleep, the boy gazes at the water, pondering. He has many different things to think of. He has just seen the storm, the bees, the ants. എന്താണ്? ഗേസ് മീൻസ് എന്താണ്? നോട്ടം. പോണ്ടറിംഗ് മീൻസോ? ആലോചിക്കുക. സ്റ്റോമോ? പിക്ചർ ശ്രദ്ധിച്ചേ. കൊടുങ്കാറ്റ് ഇല്ലേ. ബീസ് എന്താണ്? തേനീച്ച ഇല്ലേ. ആൻഡോ? ഉറുമ്പ് ഇല്ലേ. അയാൾ ഉറങ്ങുമ്പോൾ ആ ബാലൻ ചിന്താമഗ്നനായി ചിന്തിച്ചുകൊണ്ട് ജലത്തിലേക്ക് ഉറ്റുനോക്കുന്നു ഇല്ലേ. അവന് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനുണ്ട്. കൊടുങ്കാറ്റിനെ കുറിച്ച്, നമ്മുടെ തേനീച്ചകളെ കുറിച്ച്, ഉറുമ്പുകളെ കുറിച്ച് എല്ലാം അവൻ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. അതെല്ലാം അവന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇല്ലേ. Only towards the evening our wanderers return to the village. The children go for the night to deserted barn.
വാണ്ടറേഴ്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നാടോടികൾ തിരികെ മടങ്ങുന്നു. ഡിസേർട്ടഡ് ബാൻ എന്ന് പറഞ്ഞാലോ വിജനമായ കളപ്പുര. വൈകുന്നേരം മാത്രമേ ആ പിക്ചർ നോക്കിക്കേ, വിജനമായ കളപ്പുരയുടെ നോക്കിക്കേ, വൈകുന്നേരം മാത്രമേ ആ നാടോടികൾ ഗ്രാമത്തിലേക്ക് മടങ്ങുന്നുള്ളൂ. വിജനമായ ഒരു ധാന്യപ്പുരയിലേക്ക് രാത്രിയിൽ കുട്ടികൾ പോകുന്നു. ദി ബോയ് ഡസ് നോട്ട് സ്ലീപ്. He gazes into the darkness and it seems to him that he is seeing all that he has seen in the day. നമ്മുടെ ദനിൽക്ക ഉറങ്ങുന്നുണ്ടോ? ഇല്ല. അവന് ഇരുളിലേക്ക് ഉറ്റുനോക്കുകയും പകൽ സമയത്ത് കണ്ടതെല്ലാം അപ്പോഴും അവൻ കാണുന്നത് പോലെ അവന് തോന്നുകയും ചെയ്യുന്നു. നമുക്കും അങ്ങനെ തന്നെയല്ലേ? നമ്മളും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പകൽ സമയം കണ്ട കാര്യങ്ങളെല്ലാം വീണ്ടും മനസ്സിലൂടെ ഓടിയെത്തത്തില്ലേ? എത്തും. എന്തൊക്കെയാണ് അവൻ കാണുന്നത്? എന്തൊക്കെയാണ്? പിക്ചർ നോക്കിക്കേ. ദി സ്ട്രോങ് ക്ലൗഡ്സ്, ദി ബ്രൈറ്റ് സൺഷൈൻ, ദി ബേർഡ്സ്, ദി ഫിഷ് ആൻഡ് ലാൻഡി ടെറന്റി. കൊടുങ്കാറ്റുണ്ടാക്കുന്ന മേഘങ്ങള്, തെളിഞ്ഞ സൂര്യപ്രകാശം, പക്ഷികള്, മത്സ്യങ്ങള്, പിന്നെ നമ്മുടെ നീണ്ടു മെലിഞ്ഞ ടെറന്റി ഇല്ലേ? He longs to tell someone all that haunting him now, but there is no one to tell. Fiokla is too little and could not understand. Hunting means എന്താണ്? ഹണ്ടിങ് മീൻസ് എന്താണ്? വേട്ടയാടുക എന്നാണ്. എന്നാൽ ഇവിടെ പിന്തുടരുക എന്നാണ് അർത്ഥം. എന്താണ് ഇവിടെ പറയുന്നത്? അവന് ഇപ്പോഴും വിടാതെ പിന്തുടരുന്ന കാര്യങ്ങളെ കുറിച്ച് ആരോടെങ്കിലും പറയണമെന്ന് ധനിൽക്കയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ പറയാൻ ആരുമില്ല. ഉണ്ടോ? ഇല്ല. ഫിയോക്ല വളരെ കുഞ്ഞു കുട്ടിയാണ്. അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. ഐ വിൽ ടെൽ ടെറന്റി ടുമോറോ തിങ്സ് ദി ബോയ്. നാളെ ഞാൻ ടെറന്റിയോട് പറയാം. ബാലൻ ചിന്തിക്കുകയാണ് ഇല്ലേ? The children fall asleep thinking of the homeless cobbler, and in the night Teranti comes to them and puts bread under their heads. വീടില്ലാത്ത ചെരുപ്പുകുത്തിയെ കുറിച്ച് ചിന്തിച്ച് കുട്ടികൾ ഉറക്കം പിടിക്കുകയും രാത്രി ടെറന്റി അവരുടെ അടുത്ത് വന്ന് അവരുടെ തലയുടെ അടിയിൽ റൊട്ടി വെക്കുകയും ചെയ്യുന്നു. And no one sees his love. It is seen only by the moon, which floats in the sky and peeps caressingly through the hole in the wall of the deserted barn. പീപ്സ് എന്താണ്? ഒളിഞ്ഞു നോക്കുക. കെയർസിംഗ്ലി എന്താണ്? ലാളിക്കുക അല്ലേ? ഡിസേർട്ടഡ് എന്താണ്? റിസേർട്ടഡ് ബാൻ എന്താണ്? വിജനമായ കളപ്പുര. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇല്ലേ? അവന്റെ സ്നേഹം, ആരുടെ സ്നേഹം? നമ്മുടെ ടെറന്റിയുടെ സ്നേഹം ആരും കാണുന്നില്ല. ആ വിജനമായ ധാന്യപ്പുരയുടെ ഭിത്തിയിലെ വിടവുകളിലൂടെ വളരെയേറെ കരുതലോടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ചന്ദ്രന് മാത്രമേ ആ സ്നേഹം കാണാൻ സാധിക്കുന്നുള്ളൂ. എന്ന് വെച്ചാല് ആ റൊട്ടി കൊണ്ടുവെക്കുന്നതും ആ കുട്ടികളോടുള്ള സ്നേഹവും ആരും ഇവിടെ കാണുന്നില്ല ഇല്ലേ? ആ ആകാശത്തുള്ള നമ്മുടെ ചന്ദ്രൻ മാത്രമേ അത് കാണുന്നുള്ളൂ ഇല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. Our lesson has finished now. Did you like it? Did you like the characters? I hope you all went through the forest along with them. First you saw the angry nature, then slowly it became calm. നമ്മള് ഈ പ്രകൃതിയോടൊപ്പം സഞ്ചരിച്ചു ഇല്ലേ? ആദ്യം നമ്മള് അതിഭയങ്കരമായ പ്രകൃതിയെ കണ്ടു ഇല്ലേ? രോഷാകുലയായിരിക്കുന്ന പ്രകൃതിയെ കണ്ടു. പിന്നീട് സ്ലോലി ഇറ്റ് ബിക്കം കാം, അത് പതുക്കെ ശാന്തമാകുന്നതും നമ്മൾ കണ്ടു ഇല്ലേ? I have some activities for you. Activity number 1. Write a profile of Anton Pavlovich Chekhov using the hints given below. സ്ക്രീനിലോട്ട് ശ്രദ്ധിച്ചേ, ഹിൻസ് സ്ക്രീനിലുണ്ട്. ബർത്ത് 29 January 1860, ടാഗൻറോ, റഷ്യൻ എംപയർ. ഇനി നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ. ഗ്രാജുവേറ്റഡ് ആസ് എ മെഡിക്കൽ ഡോക്ടർ ഇൻ 1884 മോസ്കോ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂൾ. പ്രൊഫഷൻ ഡോക്ടർ, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് ഡ്രാമാറ്റിസ്റ്റ്. ഇനി മേജർ വർക്ക്സ്. ഐലൻഡ് ഓഫ് സഖാലിൻ, അത് എസ്സേ ആണ്. അങ്കിൾ വാനിയ, 3 സിസ്റ്റേഴ്സ്, സ്വീഗർ, ചെറി ഓർച്ചാർഡ്, അത് നാടകങ്ങളാണ്, പ്ലേസ് ആണ്. പിന്നെ ദി ബേർഡ് മാർക്കറ്റ്, ബൂട്ട്സ്, ദി കെമിസ്റ്റ് വൈഫ്, ഡ്രീംസ്, ദി ലോട്ടറി ടിക്കറ്റ് എക്സെട്ര അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഇനി അവാർഡ്, പുഷ്കിൻ പ്രൈസ്. ഡെത്ത് 15 July 1904 in
ബാഡൻ വെയിലർ, ജർമ്മനി. പ്രൊഫൈലിന് ഹിൻസ് എല്ലാം അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ പലതവണ ഇല്ലേ മിക്ക പാഠത്തിലും നമ്മൾ പ്രൊഫൈൽ ചെയ്താണ്. നമുക്ക് ഈസിയാണ് പ്രൊഫൈൽ ചെയ്യാൻ. അതുകൊണ്ടാണ് ടീച്ചർ അത് കൂടുതൽ വിശദീകരിച്ച് നിങ്ങൾക്ക് നൽകാഞ്ഞത് കേട്ടോ. ഇനി ആക്ടിവിറ്റി നമ്പർ 2. ടെറന്റി നോസ് എവറിഥിങ് അബൌട്ട് നേച്ചർ. ക്യാൻ യു സേ വാട്ട് ഓൾ തിങ്സ് ഹി നോസ് അബൌട്ട് നേച്ചർ? ടെറന്റിക്ക് എല്ലാം അറിയാം പ്രകൃതിയെ കുറിച്ച് ഇല്ലേ. അപ്പം 3 സെന്റൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഡാഷ് ഉണ്ട്. അത് പാഠഭാഗത്തുള്ള സെന്റൻസ് ആണ്. ആ ഡാഷ് ഇട്ട ഭാഗത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ. ഇനി ഫസ്റ്റ് വൺ, ഹി നോസ് ദി നെയിം ഓഫ് ഡാഷ് ഡാഷ് ആൻഡ് സ്റ്റോൺസ്. അപ്പൊ ആ ഡാഷ് ഇട്ട് നിങ്ങൾ പൂരിപ്പിക്കണം. ഇനി നെക്സ്റ്റ്, ഹി നോസ് വാട്ട് ഡാഷ് ക്യൂർ ഡിസീസ്. ആ ഡാഷ് നിങ്ങൾ പൂരിപ്പിക്കണം. ഇനി മൂന്നാമത്തെ, ലുക്കിംഗ് അറ്റ് ദി ഡാഷ് ഡാഷ് and the dash he can tell what sort of weather it will be the next day. ആ ഡാഷ് 3 നിങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതണം. നല്ലൊരു പാഠമല്ലായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? പ്രകൃതിയെ കുറിച്ചുള്ള പാഠമായിരുന്നു അല്ലേ? പ്രകൃതിയിലെ സസ്യങ്ങളെയും ജന്തുക്കളെയും നദികളെയും ഒക്കെ കുറിച്ചുള്ള ഒരു പാഠമായിരുന്നു അല്ലേ? പ്രകൃതിയുടെ പല വിധത്തിലുള്ള പ്രകടനങ്ങൾ നമ്മൾ ഈ പാഠത്തിൽ കണ്ടു ഇല്ലേ? പ്രകൃതി രൗദ്രമാകുന്ന കണ്ടു, അതേപോലെ തന്നെ പ്രകൃതി ശാന്തമാകുന്നതും കണ്ടു ഇല്ലേ? നല്ലൊരു പാഠമല്ലായിരുന്നോ? നിങ്ങൾ വീട്ടിൽ പോയി ഈ പാഠഭാഗം പലതവണ വായിച്ച് ഈ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നല്ല മിടുക്കികളും മിടുക്കന്മാരുമായിട്ട് വേണം വരാൻ. ഓക്കെ, ബൈ. ഇൻസ്ട്രക്ഷൻ ടു ദി പേരൻസ്. അണ്ടർസ്റ്റാൻഡ് thoroughly each activity. ആക്ടിവിറ്റി വ്യക്തമായി മനസ്സിലാക്കുക. എൻകറേജ് ആൻഡ് ഹെൽപ്പ് ദി സ്റ്റുഡൻസ് ടു ഡു ആക്ടിവിറ്റീസ് ഓൺ ദെയർ ഓൺ. പ്രവർത്തനം സ്വയം ചെയ്യാൻ കുട്ടിക്ക് പ്രോത്സാഹനം നൽകുക. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടീച്ചേഴ്സ് ടു ക്ലാരിഫൈ ഡൗട്ട്സ്. രക്ഷിതാക്കൾ അധ്യാപകരുമായി ആശയവിനിമയം നടത്തുക. താങ്ക് യു.